അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മളത് ആ പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം നമ്മളെ ശ്രദ്ധയിലുണ്ടാകും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെ ഓർക്കാതെ ഇരിക്കുന്നതാണ് നമ്മളെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രത്തിനെ കുറിച്ച്. അതും പ്രത്യേകിച്ച് നമ്മൾ പഴയ കാലത്തുള്ള പാത്രങ്ങൾ, അതായത് പ്രത്യേകിച്ച് മൺപാത്രങ്ങൾ. ആ ഒരു മൺപാത്രത്തിൽ നമ്മളിപ്പോൾ ഒരു കറിയോ പ്രത്യേകിച്ച് മീൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കി അതിൽ കഴിക്കുന്ന ആ ഒരു രുചി അതൊന്ന് വേറെ തന്നെയാണ്. നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പത്തപ്പിര്യം എന്ന മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ നമ്മൾ മൺപാത്രങ്ങൾ, പലതരത്തിലുള്ള മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആ കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പത്തപ്പിര്യം സ്കൂൾ പടിക്ക് അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അവരെ വീട്, ആ വീട്ടിലാണ്, അതായത് കുടിൽ വ്യവസായമാണ് നമ്മൾ ഈ മൺപാത്ര നിർമ്മാണം. അവിടെ ആ ഒരു വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ ഒരു ഷെഡാണ്. സാധാരണ അങ്ങനെയുള്ളൊരു ചെറിയ ഷെഡിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഒരു സാധാരണ ഒരു അവസ്ഥയിൽ ഒരു കുടിൽ വ്യവസായം. അപ്പോൾ നമ്മളിവിടെ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ, മൺപാത്രം ഉണ്ടാക്കുന്ന എല്ലാം ഒക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഇതൊക്കെ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളുണ്ടല്ലോ, പല ഒരു ഏരിയകളാണ്. അപ്പോൾ അതൊക്കെ അതിനുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ ആവശ്യത്തിനുള്ളത്. നമുക്ക് ഓരോ കാഴ്ചകളും അതിങ്ങനെ കാണാം. തനി ഒരു നാട്ടിൻപുറാണ്. ഇവിടെതാ ചേട്ടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പം ഇങ്ങനെ വരുന്നൊരു സമയത്ത് തന്നെ അത് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചക്രത്തിൽ ഇങ്ങനെ നമ്മളെ ആ ഒരു വീല് അല്ലെങ്കിൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എപ്പോഴും മൺപാത്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ചിത്രം കണ്ടൊരു ഓർമ്മ ഉണ്ടായിരിക്കും നമുക്ക്. അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു നിർമ്മാണത്തിൻ്റെ ഈ ഒരു രീതിയിൽ. നമ്മൾ മെഷീൻസ് ഒന്നും ഉപയോഗിക്കാതെ മനുഷ്യൻ്റെ കരവിരുത് അപ്പോൾ ആദ്യകാലം മുതൽക്ക് തന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഒക്കെ ഇപ്പം നമുക്ക് പലതരത്തിലുള്ള പാത്രങ്ങൾ കാര്യങ്ങൾ വന്നു, നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം വന്നു. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു മൺപാത്രത്തിൽ, പ്രത്യേകിച്ച് മൺകലത്തിൽ ഒക്കെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്കുള്ള ടേസ്റ്റ് അതിന് വേറെ തന്നെയാണ്. കണ്ടോ, അതുപോലെ അങ്ങോട്ട് എടുത്ത് ഓരോന്നങ്ങനെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പം അതങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നങ്ങനെ ഉണ്ടാക്കി പോവാണ്. ഈ ഒരു ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ വളരെ കുറവാണ് ഇപ്പോൾ മൺപാത്ര നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്നത്. അത് കണ്ടോ, ആ ഒരു കൈകൊണ്ടുള്ള ആ ഒരു മാത്രമല്ല നല്ല ഫിനിഷിങ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി വരുന്നത് കണ്ടില്ലേ.
ഇതിപ്പോ ഉണ്ടാക്കുന്നതിൽ തന്നെ പല പല രീതിയിൽ പല ഘട്ടങ്ങളാണ് ഇത്. നമുക്കിപ്പോ ഇന്ന് ഇതാണ് ഈ ഒരു ഇന്നിപ്പോ ഞാൻ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ്. മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട ഇതൊരു വളരെ നമുക്ക് കാണാനൊരു പ്രത്യേകിച്ച് ഒരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ് ഇത്, ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കുന്നത്. പിന്നെ ഇതിന്റെ മുൻപുള്ള കാര്യങ്ങൾ മണ്ണ് കുഴയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെയൊക്കെ ചെയ്തു വെച്ച് പോകുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ഭാഗം ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാം ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലുള്ളത്. അപ്പോൾ നമുക്കൊരു സാധാരണ മീൻചട്ടി ആ രൂപത്തിൽ തന്നെ ഉള്ളത് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിഭാഗം ഇല്ല, അടിഭാഗം പിന്നീടാണ് ചെയ്യുക, അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്. കണ്ടോ, ഇത് അടിഭാഗം ഇല്ലാതെ ബാക്കിയെല്ലാം ആയി. പഴയ റേഡിയോ ഒക്കെ ഉണ്ട് ഇവിടെ. ചേട്ടൻ ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അതുപോലെ വാർത്ത ഒക്കെ കേട്ടുകൊണ്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ, പലതരത്തിലുള്ള പാത്രങ്ങൾ, മൺപാത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ പിന്നെ മൺപാത്രങ്ങളൊക്കെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്നു. പിന്നെ അല്ലാതെയുള്ള നമ്മൾ പണ്ടൊക്കെ ചന്തകൾ ഉണ്ടായിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ചന്തകൾ അവിടെയൊക്കെ കിട്ടിയിരുന്നു. കടകളിലും ചില കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പിന്നെ ഒരു പരിധി വരെയൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ പിന്നെ അങ്ങനെ അധികം ഉപയോഗിച്ചിരുന്നില്ല എന്ന് ആണ് ഇപ്പോൾ ഈ ചേട്ടൻ തന്നെ പറഞ്ഞത് അതാണ്. ഇപ്പോൾ പിന്നെ കൂടുതൽ ആളുകൾ ഇത്തരം പാത്രങ്ങളിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു പഴയ ശീലത്തേക്ക് തന്നെ വരുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. അതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ആദ്യകാലം മുതൽക്കേ കണ്ടുപിടിച്ച ഒരു രീതിയാണിപ്പത്. പിന്നെ അതിൻ്റെ നമ്മളിങ്ങനെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ, രൂപം മാറ്റങ്ങളും, ഇത് നിർമ്മാണത്തിലുള്ള രീതികൾ മാറി മാറി ഓരോ പലതരത്തിലായി. സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, അങ്ങനെ ഉള്ള പല പാത്രങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ മാറി വന്നു കാലഘട്ടം മാറുന്നതിനനുസരിച്ച്. എങ്കിലും ഇന്നും ഇതിനിപ്പോഴും ഈ ഒരു നമ്മുടെ മൺപാത്രത്തിന് ഇപ്പോഴൊരു പ്രചാരമുണ്ട്.
ഓരോ പലതരത്തിലുള്ള അതിന് വേണ്ട അതായത് സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കഷ്ടപ്പാടുകൾ കൂടി തന്നെയാണ് ഈ ഓരോ പാത്രങ്ങളും ഉണ്ടായി വരുന്നതെല്ലാം. ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവരെ ചേച്ചി ഇവിടെ ഇതാ അവിടെ ചേട്ടനത് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മിനുക്ക് പണികളാണ് ഈ ഒരു ചേച്ചി ഇവിടെ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തന്നെയാണ് കാര്യമായിട്ട് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പാത്രങ്ങള്. ഇതിന്റെ മിനുക്ക് പണികളാണ് നേരത്തെ ഉണ്ടാക്കി വെച്ചതിലൊക്കെ. നേരെ ആ ഒരു മോൾ ഭാഗത്ത് മാത്രം നമ്മൾ കണ്ടോ അപ്പൊ ഇതിന് മുക്കിയെടുത്തിട്ട് പിന്നെ അത് മിനുക്ക് പണി ചെയ്തു വെക്കുക ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ചകിരി കാര്യങ്ങളെല്ലാം ഓരോ ഭാഗത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വേനൽക്കാലത്തെ പോലെയല്ല, മഴക്കാലത്തൊക്കെ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കലും കാര്യങ്ങളെല്ലാം ഒരു വെല്ലുവിളി തന്നെയാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇത്തരം ജോലികൾക്ക്. ഇപ്പം ഇത് ആ ഒരു ഇത് വെച്ചതൊക്കെ എല്ലാം കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞു. അതിന് ശേഷമുള്ളതാ ലാസ്റ്റ് ഉണ്ടോ കഴിഞ്ഞ് എൻ്റെ പേര് കൃഷ്ണൻ. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 100 ചില്ലാൻ കൊല്ലമായിട്ടുണ്ടാവും. ആ, അത് അച്ചാച്ചന്മാർ വന്ന കാലമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് ഇപ്പോൾ ഇതുവരെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളൂ പണിക്ക്, ഏട്ടനും അഞ്ചനും. പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതിനെ പറ്റിയൊന്നും ഒരു അറിയില്ലല്ലോ. അവർക്കൊന്നും ഈ പണി അറിയില്ല. ഞങ്ങളാണിപ്പോൾ ഇവിടെ രണ്ട് വീട്ടിലുണ്ട്, ഏട്ടനും അഞ്ചനും. ഞങ്ങളപ്പോൾ ഈ പണി എടുക്കുന്നത്. ഈ പണി എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഒരു മെച്ചമില്ല. കാരണം എന്ന് വെച്ചാൽ 50,000 റുപ്യ മണ്ണപ്പോൾ വയനാട്ടിൽ നിന്ന് അടിച്ചത്. ഈ 50,000 റുപ്യക്ക് മണ്ണടിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ചകിരി, ഈ കാണുന്നത് ചകിരിയാണ്. ചകിരി വർഗമൊക്കെ കൂടെ പാടെ കണക്കൂട്ടിയാൽ ഇതിലേ ഒരു ദിവസം ഒരു എണ്ണത്തിന് 5 റുപ്യ വെച്ചിട്ടാവൂല. അവർ 100 എണ്ണം പണി തീർന്നാൽ 500 റുപ്യ വെക്കുക. അതിന് 100 എണ്ണം തീരുമില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളെ സ്ഥിതി. പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു പിന്നെ പോലും കൂലിപ്പണിക്ക് കാര്യമൊന്നും പോകാനൊന്നും നമ്മളെ കൊണ്ട് ഇനി കൂട്ടിയാൽ കൂടില്ല. അപ്പം ആ അവസ്ഥയ്ക്ക് ഇതൊരു കൂലി വ്യവസായമായിട്ട് അങ്ങനെയാണ്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ. ആ, അതെ അതെ അതെ. കുറേ കാലം കൂലിപ്പണിക്കൊക്കെ പോയിരുന്നു, ഇത് ഒഴിവാക്കിയിട്ട്. കാരണം ഇതിലൊരു മെച്ചമില്ല. ഇന്നിപ്പോൾ വയ്യാണ്ടായി. ഇനിയിപ്പോൾ കൂലിപ്പണിയൊന്നും വലിയ കാര്യമൊന്നും കൊള്ളാനാവൂല. അപ്പോൾ ഇവിടെ വീട്ടിൽ വരെ 200 300 ഒത്താൽ അതായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവുകയാണ്.
ഇതിപ്പോ ചൂള വെച്ചിട്ട് ഇത് ചൂള വെക്കണമെങ്കിൽ എങ്ങനെ ആയാലും 1-1.5 മാസം പിടിക്കും. അതും വേനൽക്ക്. മഴക്കാലത്ത് അതും ആവൂല. അതെ ആ മണ്ണ് ഇനി നനച്ച് മെഷീനിലിടണം. അരക്കണ മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ 2 പ്രാവശ്യം ഇടണം. ഒരു പ്രാവശ്യം റഫായിട്ട്, പിന്നെ 2ാം വട്ടം ഇട്ട് അത് അരച്ചിട്ട് കുഴച്ച്, പിന്നെ കൈ കൊണ്ട് പൊറാട്ടയ്ക്ക് മാവ് വയ്ക്കണ മാതിരി കുഴച്ചിട്ടാണ് ആ ചക്രത്തിൽ ബീലിലിടുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ആ ബീലിലിട്ടത് കുഴച്ച മണ്ണാണ്. അതാണ് ഇപ്പൊ ആ പരുവത്തിലായത്. അതിപ്പോ ഞങ്ങൾ ഈ കൊണ്ടുവരുന്ന മണ്ണിൽ കല്ലും മുട്ടിയും വിറകും ഇതൊക്കെ ഉണ്ടാവും. മണ്ണ് ഞാൻ വയനാട് മേപ്പാടി. അത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയല്ലേ ചെയ്യുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ഇത് ചക്രത്തിൽ ഇപ്പൊ മെനയണത് കണ്ടില്ലേ, കെട്ടിയായിട്ട്. പിന്നെ ഇനിയിപ്പോ അതിന്റെ ശേഷം ഞങ്ങൾ ചക്രത്തിൽ നിന്ന് എടുക്കുമ്പോ ഒന്നിനും അടി ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇരുന്നിട്ട് അടിയിൽ കല്ല് വെച്ചിട്ട് ഒരു പലക ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പലക കൊണ്ട് അടിച്ച് കൂട്ടണം. അത് അടിച്ച് കൂട്ടി വലിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പൊ ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് അടിച്ചിട്ടാ നാളേക്ക് ഉണക്കലില്ല. ഈ വേനൽക്ക് ഉണക്കില്ല, വേനൽക്ക് പുറത്തിടൂല, കാറ്റും ചൂടും ഉണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ അതിൽ തന്നെ ഫിനിഷ് ചെയ്ത് അവിടെ ചരിച്ചിട്ടാൽ മതി. മഴക്കാലത്ത് പിന്നെ വെയിലത്ത് പെട്ടെന്ന് ആയി കിട്ടണ്ടേ. അപ്പൊ അതങ്ങനെയാണ് ഇപ്പൊ അതിന് ഞങ്ങളിപ്പോ സ്ഥിതി. ഇങ്ങനെ ഒരു പോക്ക് പോകും. ഞങ്ങളത് കഴിഞ്ഞു. ഇനി അടുത്ത തലമുറകളൊന്നും ഇനിയിപ്പോ തൽക്കാലം ഉണ്ടാവൂല. കറിന്റെ ചട്ടികള്, ചോറ് വെക്കണ ചട്ടികള്, പിന്നെ ജഗ്, വെള്ള ജോഗനും, പിന്നെ പൂജ, പിന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള പല അതൊക്കെ ഒരു സീസണിലാണ് ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ ഞങ്ങളിപ്പോ ഉരുളി ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് അതൊരു 3 തരം ഉണ്ടാവും. 3 ഐറ്റം കലങ്ങളും 3 ഐറ്റം ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാക്കി വെച്ചത് എന്താണ്? അതാണ് ഉരുളി. മീൻ കറിയൊക്കെ വെക്കുന്നത് ഉരുളി അതിനുള്ളതാണ്. കണ്ടത് അതാണത്. ഇപ്പൊ ഞങ്ങൾ കടയിലേക്ക് കൊടുക്കണത്. പിന്നെ കടയിലേക്ക് ഇപ്പൊ എത്ര സാധനം ഉണ്ടെങ്കിലും ഓലെടുക്കും. നമ്മൾ നേരിട്ട് ഇവിടെ കൊടുക്കുന്നില്ല. നേരിട്ട് ഇവിടെ ആൾക്കാർ അങ്ങനെ വന്ന് മേടിക്കണവരും ഉണ്ട്. അപ്പൊ കടയിൽ നിന്ന് എത്രയോ കുറവാണല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതെപ്പോഴെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു തറവാട് വീട്, ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ തറവാട് വീടാണിത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 1-2 കാഴ്ചകളും എല്ലാം നമുക്ക് ഒന്ന് കാണാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ചേട്ടൻ്റെയൊക്കെ തറവാട് വീട് പഴയൊരു കാലത്തെ, അന്നത്തെ കാലത്തെ വീടാണ്. മണ്ണുകൊണ്ടുള്ള ചുമര്, അങ്ങനെയുള്ള ഒരു പഴയ കാലത്തെ വീട്. ആ ഒരു വീടും വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കൂടി നമുക്ക് കാണാനുണ്ട്. പല ഓർമ്മകൾ ആണ് ഇത്തരം പഴയ വീടുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ള മറ്റു കാഴ്ചകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു മാരിയമ്മൻ തിരുസന്നിധി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.